ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനു മുമ്പ് PSസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന PSസി പരീക്ഷകളിലൊക്കെ തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഷോർട്ട് കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ്, മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഏതാണ്? ഫ്ലൈ 91. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈ 91. നെക്സ്റ്റ്, ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം ഏതാണ്? കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ സംഗമഗ്രാമ മാധവൻ്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് ഇരിങ്ങാലക്കുടയിലെ കല്ലേറ്റുംകരയിലാണ്. ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ സംഗമഗ്രാമ മാധവൻ്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഇരിങ്ങാലക്കുടയിലെ കല്ലേറ്റുംകര. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥാ ഉച്ചകോടി അറിയപ്പെടുന്ന പേര് ജാതിരെ. ഓർത്തുവയ്ക്കുക. വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥാ ഉച്ചകോടി അറിയപ്പെടുന്ന പേരാണ് ജാതിരെ. നെക്സ്റ്റ്, രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല ഏതാണ്? വയനാട്. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ്. ഓർത്തുവയ്ക്കുക. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. അതുപോലെ 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രവും ഏത് തന്നെയാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ഓർത്തുവയ്ക്കുക. അപ്പോൾ മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രം, ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രവും അതുപോലെ 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രവും ഏത് തന്നെയാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായിട്ടുള്ള പദ്ധതി ഏതാണ്? പൊൻവാക്ക്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയാണ് പൊൻവാക്ക്. നെക്സ്റ്റ്, സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യ OTT പ്ലാറ്റ്ഫോം കേരളത്തിലെ സി സ്പേസ് ആണ്. ഓർത്തുവയ്ക്കുക. കേരളത്തിലെ സി സ്പേസ് ആണ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യ OTT പ്ലാറ്റ്ഫോം. നെക്സ്റ്റ്, സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രം മാറ്റൊലി. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റൊലി. ഓർത്തുവയ്ക്കുക. സംസ്ഥാനത്തെ നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റൊലി. നെക്സ്റ്റ്, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമ ഇതുവരെ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം ഏതാണ്? കതിരവൻ. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ. സംവിധാനം അരുൺ രാജൻ. ഓർത്തുവയ്ക്കുക. നവോത്ഥാന നായകനായ അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ. ചിത്രം സംവിധാനം ചെയ്യുന്നത് അരുൺ രാജൻ. നെക്സ്റ്റ്, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവി ആരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവി. നെക്സ്റ്റ്, പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആരാണ്? EP നാരായണൻ പെരുവണ്ണാൻ. EP നാരായണൻ പെരുവണ്ണാനാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ. ഓർത്തുവയ്ക്കുക. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആരാണ്? EP നാരായണൻ പെരുവണ്ണാൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? വർക്കലയിലെ പാപനാശം ബീച്ച്. ഓർത്തുവയ്ക്കുക. ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടതാണ് വർക്കലയിലെ പാപനാശം ബീച്ച്. നെക്സ്റ്റ്,
നെക്സ്റ്റ്, അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? അമൃത പ്രീതം. അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത് അമൃത പ്രീതം. നെക്സ്റ്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ പി കെ രാധാമണി. ഓർത്തുവയ്ക്കുക, ഡോക്ടർ പി കെ രാധാമണിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? അമൃത പ്രീതം എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അമൃത പ്രീതത്തിൻ്റെ അക്ഷരോം കി സായി എന്ന ആ ഒരു പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ വിവർത്തനം ചെയ്തതിനാണ് ഡോക്ടർ പി കെ രാധാമണിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക, അമൃത പ്രീതത്തിൻ്റെ അക്ഷരോം കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് ഡോക്ടർ പി കെ രാധാമണിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? കെ കെ ഗംഗാധരൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് കെ കെ ഗംഗാധരൻ. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ കന്നഡയിലേക്ക് മലയാളം കഥകളു എന്ന പേരിൽ വിവർത്തനം ചെയ്തതിനാണ് കെ കെ ഗംഗാധരന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക, മലയാളത്തിലെ വിവിധ എഴുത്തുകാർ എഴുതിയിട്ടുള്ള കഥകളുണ്ടല്ലോ, ആ ഒരു കഥകൾ മലയാളം കഥകളു എന്ന പേരിൽ കന്നഡയിലേക്ക് പരിവർത്തനം ചെയ്തതിനാണ് കെ കെ ഗംഗാധരന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആരാണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഓർത്തുവയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. നെക്സ്റ്റ്, 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ പി കെ വീരമണിദാസൻ. പി കെ വീരമണിദാസനാണ് 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ. നെക്സ്റ്റ്, 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? കണ്ണൂർ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂരാണ്. വേദി എവിടെയായിരുന്നു? കൊല്ലം. വേദി കൊല്ലം. കിരീടം നേടിയത്, അതായത് 1ാം സ്ഥാനം കണ്ണൂരിനാണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച ചിത്രകാരൻ ആരാണ്? സുരേന്ദ്രൻ നായർ. ഓർത്തുവയ്ക്കുക, കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച ചിത്രകാരനാണ് സുരേന്ദ്രൻ നായർ. നെക്സ്റ്റ്, ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് പി എൻ ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓർത്തുവയ്ക്കുക, ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് പി എൻ ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? എം കെ സാനു. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം കെ സാനു. നെക്സ്റ്റ്, കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞൻ ആരാണ്? പി ആർ കുമാര കേരളവർമ്മ. ഓർത്തുവയ്ക്കുക, കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞനാണ് പി ആർ കുമാര കേരളവർമ്മ. 2021 ഓർത്തുവയ്ക്കുക, 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച കർണാടക സംഗീതജ്ഞനാണ് പി ആർ കുമാര കേരളവർമ്മ. നെക്സ്റ്റ്, മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. എസ്തർ എന്ന നോവലിലാണ് പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക, മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. സാറ ജോസഫിൻ്റെ എസ്തർ എന്ന നോവലാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹമായത്. നെക്സ്റ്റ്, സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവ് എം മുകുന്ദൻ. സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവാണ് എം മുകുന്ദൻ. നെക്സ്റ്റ്,
മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? എം.കെ. സാനുവാണ്. മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് എം.കെ. സാനു. നെക്സ്റ്റ്, വംശനാശത്തിൻ്റെ വക്കിലുള്ള മാദിഗ ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായം ഏതാണ്? ചക്കാലിയ. വംശനാശത്തിൻ്റെ വക്കിലുള്ള മാദിഗ ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായമാണ് ചക്കാലിയ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ലയാണ് മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം. നെക്സ്റ്റ്, കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ. കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ. നെക്സ്റ്റ്, മികച്ച നവാഗത പാർലമെൻറ്റേറിയന് നൽകുന്ന 2023 ലോക്മത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസ്. മികച്ച നവാഗത പാർലമെൻറ്റേറിയന് നൽകുന്ന 2023 ലോക്മത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസ്. നെക്സ്റ്റ്, മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹമായ രജനി സുരേഷിൻ്റെ കൃതി ഏതാണ്? വള്ളുവനാടൻ വിഷുക്കുടുക്ക. ഓർത്തുവയ്ക്കുക, വള്ളുവനാടൻ വിഷുക്കുടുക്ക. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹമായ രജനി സുരേഷിൻ്റെ കൃതിയാണ് വള്ളുവനാടൻ വിഷുക്കുടുക്ക. നെക്സ്റ്റ്, കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് ഏതൊക്കെ സ്ഥലങ്ങളാണ്? കുമരകം, ബേപ്പൂർ. ഓർത്തുവയ്ക്കുക, കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കുമരകവും ബേപ്പൂരും. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണ്? അമിതാവ് ഘോഷ്. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. നെക്സ്റ്റ്, ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സാക്ഷം. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാക്ഷം. നെക്സ്റ്റ്, ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് സദാനന്ദ് വസന്ത് ദാതെ. സദാനന്ദ് വസന്ത് ദാതെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് എന്താണ്? സി-വിജിൽ. ഓർത്തുവയ്ക്കുക, ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സി-വിജിൽ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ഏതാണ്? പെഞ്ച് ടൈഗർ റിസർവ്. മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവാണ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം എത്രയാണ്? 85. ഓർത്തുവയ്ക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായമാണ് 85. നെക്സ്റ്റ്, ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? വിജയവാഡ. ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡയിലാണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം അറിയപ്പെടുന്നത് നഫീസ് എന്ന പേരിലാണ്. നഫീസ് ഫുൾ ഫോം നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം. ഓക്കെ, നഫീസ് എന്നത് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്ന് ഓർത്തുവയ്ക്കാം. നെക്സ്റ്റ്, 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. നെക്സ്റ്റ്, കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി AS രാജീവ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് AS രാജീവ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് ആരാണ്? പ്രൊഫസർ BR കമ്പോജ്. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കമ്പോജ്. നെക്സ്റ്റ്, പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ 2024 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തർപ്രദേശിലെ വൃന്ദാവൻ. ഓർത്തുവയ്ക്കുക, പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ 2024
ഉദ്ഘാടനം ചെയ്തത് ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ്, ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ആരാണ്? ശ്വേത കെ സുഗതൻ. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ശ്വേത കെ സുഗതൻ.